ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിൽ മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ പറയുന്ന ഒരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടാക്കാനൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാനൊന്നും പറ്റും. ചില ദിവസം നമുക്കൊരു മടിയായിരിക്കും അല്ലേ. അപ്പോൾ ഹാൻഡി ആയിട്ട് ഒരു പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഈസിയാവും. അപ്പോൾ ഒരു ചട്നിപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി ദോശപ്പൊടി എന്നൊക്കെ പറയുന്ന ആ പൊടി ഉഴുന്ന് വെച്ചിട്ടുള്ള പൊടിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പമാണ്. ഞാനിത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കും. നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു നോക്കാം. 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്. ചുവന്ന മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഉപ്പ്, ഇതൊക്കെയാണ് വേണ്ടത്. വെളുത്തുള്ളി ഞാൻ ഒരു 5-8 അല്ലി എടുത്തിട്ടുണ്ട്. അത് നേർപ്പിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് ഒരു ചൂടായ തവയിലേക്ക് ഇടുക. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറുന്ന വരെ നമുക്ക് ചൂടാക്കി എടുക്കാം. കരിയാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്നുകിൽ സിമ്മായിട്ട് വെക്കുക, അല്ലെങ്കിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മുളകും അതുപോലെ ചൂടാക്കി എടുക്കുക. മുളക് കാശ്മീരി മുളക് എടുക്കുകയാണെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് കളർ കിട്ടും. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഓരോരാളും അവനവൻ്റെ എരിവിൻ്റെ പാകത്തിനുള്ള മുളക് എടുക്കുക. പിന്നെ ഗാർലിക്ക് നമുക്ക് അത് ഒന്ന് ചൂടായി നല്ല പാകത്തിന് എല്ലാ സൈഡും ഒരുപോലെ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേർപ്പിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നേർപ്പിച്ച് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചൂടാക്കുമ്പോൾ അതിനകത്തും കൂടെ നന്നായിട്ട് ഒരു ചൂടായി കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനമാണല്ലോ ഈ ചട്നിപ്പൊടി, അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നേർപ്പിച്ച് അരിഞ്ഞിട്ട് തന്നെ ചൂടാക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില 2-3 തണ്ട് എടുക്കാം. അതും ഒന്ന് ചൂടാക്കി എടുക്കുക. മുളക് ചൂടാക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ട് ഒടിച്ച പൊട്ടുന്ന പാകത്തിനാണ് ചൂടാക്കി എടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ ആ ചൂടായ തവയിലേക്ക് ഒന്നുകൂടി ഇട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതൊന്നിട്ട് തണുത്ത് ആ ചൂട് നന്നായി മാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയിൽ ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ട് ആണ് പൊടിക്കുന്നത്. അല്ല, ഉപ്പ് പൊടിയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് പൊടിച്ചതിന് ശേഷം ആഡ് ചെയ്യാം. നല്ല മിനുസായിട്ടില്ലെങ്കിൽ ഒരു തരിതരിപ്പായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യണം. കായപ്പൊടിയും കൂടെ ആഡ് ചെയ്താൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എപ്പോഴും ഫ്രഷ് ആയിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്.